തിരുവനന്തപുരം പോങ്ങുമുട് വാഹനത്തിന് മുകളിൽ മരം വീണ വൈദ്യുതി പോസ്റ്റ് തകർന്നു. ഇന്നലെ രാത്രിയിലെ കാറ്റിലും മഴയിലുമാണ് സംഭവം. ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. ഇലക്ട്രിക് പോസ്റ്റുകൾ പുഴുതു വീണു. നമുക്കിത് കാണാം. തിരുവനന്തപുരത്ത് പോങ്ങുമൂട് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ഒരു ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന, പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെ കൂടെയാണ് മരച്ചില്ല ഒടിഞ്ഞു വീണത്. അതിനുശേഷം ഇലക്ട്രിക് കമ്പികൾ, വൈദ്യുതി കമ്പികളൊക്കെ ഇവിടെ പൊട്ടിക്കിടപ്പുണ്ട് തറയിൽ. അപ്പോൾ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് ഇന്നലെ രാത്രി ഉണ്ടായതായാണ് വിവരം. നമുക്കിവിടെ അടുത്തുള്ള പ്രദേശവാസിയാണ്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ജയകുമാർ. എന്താ സംഭവിച്ചത് ഇന്നലെ? എത്ര മണിക്കായിരുന്നു? 8:30-ക്കാണ് സംഭവിച്ചത്. അത് മരം കമ്പിയിൽ വീണു. കമ്പി താഴെ വന്നു. ഇതുവഴി പോയ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ മുകളിൽ കുരുങ്ങി ആ ബസ് അവിടെ വരെ പോയി. അയ്യോ, അത് വലിച്ചുകൊണ്ട് പോയി. പിന്നെ റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു. പിന്നെ ഈ റോഡെന്ന് പറയുന്നത് നമുക്ക് മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്ന മറ്റേ ആംബുലൻസ് ഒക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ അതെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് പിന്നെ മരമൊക്കെ മുറിച്ച് പെട്ടെന്ന് മാറ്റിയില്ല. ഒരു 1.5 മണിക്കൂറോളം ബ്ലോക്ക് ആയിരുന്നു. കച്ചവടം നടത്തുന്ന ആളാണോ ആ വണ്ടി? വണ്ടി. അപ്പൊ അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത് വലുതായിട്ട് കുഴപ്പം ചെയ്തില്ല. മഴയായതുകൊണ്ട് അവരെ ക്ലോസ് ചെയ്തിട്ട് പോയി. അപ്പൊ ഇതുപോലെ പല തിരുവനന്തപുരത്തിലെ നഗരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളും പലയിടത്തും ഈ ഒരു സ്ഥിതിയുണ്ട്. ഇവിടെ ഇതുവരെ വൈദ്യുതി ബന്ധം ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ KCBയുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഈ കാലവർഷം എത്തുന്നതേ ഉള്ളൂ. അതിന് മുന്നോടിയായി തന്നെ ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിലും ഇതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ കാറ്റിലും മഴയിലും ഒക്കെ ഇതുപോലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു.